ഇവളെ ഒരു കാരണവശാലും കോടതിയിൽ എത്തിക്കരുത്, അങ്ങനെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അവളെ വെറുതെ വിടരുത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഒരു സാറാണിത് ചെയ്തിരിക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്നലെ എപ്പിസോഡ് തീരുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ അമ്പാടി ഫിക്സ് വരികയാണ്. ഈ ഒരു സമയം നമ്മുടെ അർജുനും അഞ്ജലിയും റൂമിന് പുറത്താണുള്ളത് കേട്ടോ. അങ്ങനെയാണ് ഇന്നലത്തെ എപ്പിസോഡ് തീർന്നത്. അത് കണ്ടപ്പോൾ നമുക്ക് എല്ലാവരും വളരെയധികം ടെൻഷനായിരുന്നു, എന്തെങ്കിലും നമ്മുടെ അമ്പാടിക്ക് പറ്റുമോ എന്നൊക്കെ വിചാരിച്ച്. ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ അഞ്ജലിയോട് അർജുൻ പറയാണ്, അഞ്ജലി വീട്ടിലേക്ക് പോയിക്കോളൂ, ഇപ്പോൾ തന്നെ ഒരുപാട് സമയമായി, അഞ്ജലി വീട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം, ഞാൻ അമ്പാടിയുടെ കൂടെ നിന്നോളാം, ഇങ്ങനെയൊക്കെ പറയും. അവസാനം അഞ്ജലി പോകും. ഈ സമയത്ത് നമ്മുടെ അമ്പാടിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് മാറുകയാണ്. ആരും അടുത്തില്ല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അർജുൻ തിരിച്ചെത്തുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ അമ്പാടിയുടെ വായിൽ നിന്ന് നുരയും പതയൊക്കെ വന്നിട്ട് ആകെ സീനായിട്ട് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോൾ നമ്മുടെ അർജുനാണ് പേടിച്ച് വിറച്ചു പോവുകയാണ്. ഓടിച്ചെന്നിട്ട് നമ്മുടെ അമ്പാടി എടാ അമ്പാടി സിസ്റ്റർ ഓടി വാ എന്നൊക്കെ പറയും. അങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ സിസ്റ്റർമാരെല്ലാവരും ഓടി വരികയാണ്. അപ്പോൾ അർജുനോട് പറയും വേഗം മാറി നിൽക്കുന്നൊക്കെ പറയും. അങ്ങനെ അവരെല്ലാവരും കൂടെ എന്തൊക്കെയോ ചെയ്ത് ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോഴും അമ്പാടി ഇങ്ങനെ ഫിക്സ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഡോക്ടർ എത്തിക്കഴിയുമ്പോഴത്തേന് ഡോക്ടർ ഇങ്ങനെ തലയിലൊക്കെ പിടിച്ചിങ്ങനെ സംഭവങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു സമയത്ത് അമ്പാടി ഒന്ന് കാമാകും. അപ്പോൾ ഡോക്ടറോട് നമ്മുടെ അർജുൻ ചോദിക്കും, ഡോക്ടർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഡോക്ടർ പറയും, തലയ്ക്ക് അടിയേറ്റത് കൊണ്ടാണ് ഫിക്സ് വന്നിട്ടുള്ളത്, എന്താണെങ്കിലും ഒരു CT സ്കാൻ എടുത്ത് നോക്കിയേ പറ്റത്തുള്ളൂ എന്ന് ഡോക്ടർ പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. എന്താണെങ്കിലും നമുക്ക് അമ്പാടിയുടെ ആ ഒരു എന്തായാലും വേറെ വലിയ ഇഷ്യൂയിലേക്ക് കാര്യങ്ങൾ പോയില്ല. ഡോക്ടറും നഴ്സുമാരും കറക്റ്റ് സമയത്ത് എത്തി. അർജുന കറക്റ്റ് സമയത്ത് എന്തൊക്കെ ഭാഗ്യം കൊണ്ട് കയറി അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സോൾവായി നിന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ പിന്നെ അടുത്ത് കാണുന്ന സീന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഞ്ജലി വീട്ടിലെത്തുകയാണ്. അവിടെ എല്ലാവരും അവിടെ ഉണ്ട്. വളരെ സങ്കടത്തോടു കൂടി ആയിരിക്കും നമ്മുടെ ശ്യാമളാമ്മയും അച്ഛനും അവിടെ എല്ലാവരും കൂട്ടുകാരെല്ലാവരും അവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും സങ്കടത്തോടെ നിൽക്കുമ്പോൾ അഞ്ജലി അവിടെ എത്തുകയാണ്. അങ്ങനെ അഞ്ജലിയോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പത്മയെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളരെ സങ്കടത്തോടെ പറയുമ്പോൾ ഈ അമ്മായി മാത്രം അവിടെ ഇതൊന്നും ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ്. അമ്മായി ഇങ്ങനെ ആര്യോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും 2 ദിവസമായിട്ട് അവൾ മരിച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ഒരു മൂലയ്ക്ക് എല്ലാവരും കിടക്കുകയാണെങ്കിലോ, അവൾ നമ്മുടെ രക്തബന്ധവും ഒരു കാര്യമൊന്നുമല്ല, ഏതോ ഒരു വേലക്കാരി പെണ്ണ്, പിന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇത്ര വലിയ ടെൻഷൻ അടിക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ ആര്യക്ക് ദേഷ്യം വരും. അപ്പോൾ അമ്മയോട് പറയും, അമ്മ ഒരക്ഷരം പത്മയെ പറ്റി പറയരുത്, അമ്മയ്ക്ക് ചിലപ്പോൾ വേലക്കാരി പെണ്ണായിരിക്കും, പക്ഷേ എനിക്കും അഞ്ജലിക്കും അങ്ങനെയല്ല, അവളെൻ്റെ ഞങ്ങളുടെ സ്വന്തം അനിയത്തിയെ പോലെയാണ്, ഞങ്ങൾക്കങ്ങനെ മറക്കാനായിട്ടൊന്നും പറ്റത്തില്ല അമ്മേ, ഇനി അമ്മ ഒരക്ഷരം പോലും അവളെപ്പറ്റി മിണ്ടിപ്പോകരുത് എന്ന് പറയാണ്. ഈ ഒരു സമയത്ത് അമ്മായി ഒന്ന് അടങ്ങും, അമ്മായി ഇങ്ങനെ മിണ്ടാൻ നിൽക്കും. പിന്നീട് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതായത് നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പറയുകയാണ്, ഈ കോടാമ്പാക്കത്തിലേക്ക് കൊണ്ടുപോയത് നമ്മൾ ആരും അധികം പേര് അറിയാതെയാണ് അഞ്ജലി കൊണ്ടുപോയത്. പിന്നെ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഈ ഗുണ്ടകൾ ഇതറിഞ്ഞ് അവിടെ എങ്ങനെയാണ് എത്തിയത് എന്ന് അച്ഛനിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മായി സൈഡിൽ നിന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പറയാണ്, ആരും നമ്മളെ കൂട്ടത്തിൽ നിന്ന് ചതിക്കുന്നുണ്ട്, അത് ആരാണെന്ന് കണ്ടെത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറയുകയാണ് അഞ്ജലിയും പറയുന്നുണ്ട്, അതെ നമ്മളെ ആരും ചതിക്കുന്നുണ്ട് അച്ഛാ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോഴത്തേനും അമ്മായി ഇങ്ങനെ മനസ്സിലോർക്കുകയാണ്, ദൈവമേ ഞാനാണല്ലോ വിളിച്ച അനുപമയോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, അവളാണോ ഇനി പന്മയെ കൊല്ലാൻ വേണ്ടി ഗുണ്ടകളെ അയച്ചിട്ടുള്ളത്? ഈശ്വര, ഇത് മുഴുവൻ എൻ്റെ തലയിലാകുമോ? ഇങ്ങനെയൊക്കെ ഓർത്ത് അമ്മായി നിൽക്കുന്ന ഒരു സീനോട് കൂടിയിട്ട് രണ്ടാമത്തെ സീന് തീരുകയാണ് കേട്ടോ. പിന്നീട് നമ്മൾ എപ്പിസോഡിൽ കാണുന്ന സീന് എന്ന് പറയുന്നത് അമ്മായി അനുപമയെ ഫോൺ വിളിക്കുകയാണ്. അനുപമ ഇങ്ങനെ ഫോൺ കണ്ടിട്ട് പറയാണ്, ഈ മാരണം പിന്നെയും ഫോൺ വിളിക്കുകയാണല്ലോ, ഞാനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളായിട്ട് നിൽക്കുകയാണ്, അതിനിടയിൽ ഈ പുള്ളിക്കാരി എന്തിനാണാവോ കിടന്ന് വിളിക്കുന്നത്? ഇങ്ങനെ അമ്മായിയുടെ ഫോൺ കണ്ടപ്പോൾ ആകെ ഇറിറ്റേറ്റ് ആകുകയാണ് അനുപമ. എന്ത് കുന്തെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുകയാണ്. ഹലോ അമ്മായി, എന്താ അമ്മായി നിങ്ങൾ ഈ സമയത്ത് വിളിക്കുന്നത്? ഞാനിവിടെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് നിൽക്കുകയാണ്, അമ്മായിക്ക് എന്താണ് വേണ്ടത്? അമ്മായി എന്ത് പറയാനാണ് വിളിച്ചതെന്നൊക്കെ പറയും. അങ്ങനെ അപ്പോൾ അമ്മായി വരും, എടി നീ കൂടുതൽ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന കാര്യം പറയണ്ട, അതിൽ കൂടുതൽ ഭ്രാന്ത് പിടിച്ചാണ് ഞാനിവിടെ ഉള്ളത്, നീ അല്ലേടി പത്മയെ കൊല്ലിച്ചത്. ഇത് കേൾക്കുമ്പോഴത്തേനും അനുപമ ആകെ ഞെട്ടിപ്പോകും. അപ്പോൾ അമ്മയോട് പറയും, അമ്മായി എന്ത് വർത്താനാണ് ഈ പറയുന്നത്? ഞാനാണോ കൊല്ലിച്ചതെന്നോ? ഇത് അമ്മയുടെ ഇതൊക്കെ ആരാണ് അമ്മായി പറഞ്ഞത്? ആരാണ് അങ്ങനെ പറഞ്ഞത്? ഞാനതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇങ്ങനെ അമ്മായി പറയും, നിന്നോടല്ലടി ഞാനെന്നവളെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് നീ ആയത് ചെയ്യിച്ചെന്ന് എനിക്കറിയാം, എടി നീ ഒറ്റ എഴുതി കാരണം ഞാനിപ്പോൾ കുടുങ്ങുന്ന അവസ്ഥയിലാണുള്ളത്. അപ്പോൾ അനുഭവം പറയും, ഇല്ല അമ്മായി ഞാൻ അങ്ങനെ ഒന്നും ചെയ്യിച്ചിട്ടില്ല, ദൈവസത്യമായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതൊക്കെ ആരാണ് പറഞ്ഞു വെക്കുന്നത്? അമ്മായി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതൊക്കെ സത്യമാണ്, പക്ഷെ ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അമ്മായി എന്നൊക്കെ പറയും.
ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ വഴി ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ നിൽപ്പുണ്ട്, രാഘവനുണ്ണിക്ക് ആ സംശയമാകും. ഏറ്റവും അവസാനം അനുപമ ഒരു ഡയലോഗ് വന്നിട്ടാണ് അമ്മയുടെ നിർത്തത്, ഇത് ആരോടും പറയാനും നിൽക്കില്ല അമ്മ, ഇല്ല നമ്മൾ കുടുങ്ങിപ്പോകും, ആ രീതിയിലൊക്കെ കാര്യങ്ങൾ പറഞ്ഞാണ് നിൽക്കുന്നത് കേട്ടോ. അനുപമ ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ തിരിയുന്നത് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ നേരെയാണ് കേട്ടോ. രാഘവനുണ്ണിയെ കണ്ടിട്ട് ആകെ ഷോക്കഡായി പോകും അനുപമ. അപ്പോൾ അനുപമയോട് രാഘവനുണ്ണി ചോദിക്കുന്നത്, സത്യം പറയണേ, നീയല്ലേ പന്മയെ കൊന്നത്, നീയല്ലേടി അതിനുള്ള ഗുണ്ടകളെ ഏർപ്പാടാക്കിയത്? അപ്പോൾ അനുപമ പറയും, അയ്യോ അല്ല അങ്കിൾ, ഞാനല്ല അത് ചെയ്തത്, ദൈവം സത്യമായിട്ട് ഞാനല്ല ചെയ്തത്, എനിക്കത് ചെയ്യേണ്ട ആവശ്യം എന്താണ്, ഒരിക്കലും ഞാനങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ രാഘവനോട് ചോദിക്കും, നീയും കാവ്യയും കാർത്തിയും കൂടി പ്ലാൻ ചെയ്തല്ലേ കൊന്നത്, നീ സത്യം പറയണം, ഇനി സത്യം പറയാതിരിക്കരുത്, എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്, സത്യം പറയിപ്പിക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാം, നീ മര്യാദയ്ക്ക് സത്യം പറയുന്നതായിരിക്കും നിനക്ക് നല്ലത്. ഇങ്ങനെ കേൾക്കുമ്പോൾ വീണ്ടും ആകെ ഭ്രാന്ത് പിടിച്ച പോലെയാകും അനുപമ പറയാം, ഇല്ല അങ്കിൾ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല, ഞാനന്ന് കാവ്യനെയും കാർത്തിക്കിനെയും വിളിച്ചു എന്നുള്ളതൊക്കെ സത്യമാണ്. ഞാനന്ന് അവരോട് പറഞ്ഞത്, നിങ്ങൾക്ക് 2 പേർക്കും കൂടി സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ അഞ്ജലിയും പത്മയും ഇല്ലാതാകണം, ഒരു വെടിക്ക് 2 പക്ഷി, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനർത്ഥം ഞാൻ കൊല്ലണമെന്നോ അങ്ങനെ ഒരു സംഭവമൊന്നും അല്ല, ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ല അങ്കിൾ. ഇതൊക്കെ ഇത്രയും അനുഭവം പറയുമ്പോൾ കുറച്ചൊക്കെ വിശ്വാസമാകും രാഘവനുണ്ണിക്ക്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ചുകൊണ്ട് അയാളിങ്ങനെ നിൽക്കുന്ന ഒരു സീനിൽ ഈ ഒരു സംഭവം തീരുകയാണ്. പിന്നെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നത് നമ്മുടെ അർജുൻ അവിടെ ഹോസ്പിറ്റലുണ്ട് കേട്ടോ, അമ്പാടിയുടെ അടുത്ത് തന്നെ, പുറത്തൊക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ അഞ്ജലി വീട്ടിൽ നിന്ന് തിരിച്ചെത്തുകയാണ്, കാരണം പോസ്റ്റ്മോർട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കേട്ടോ നമ്മുടെ പത്മയുടെ. അങ്ങനെ അഞ്ജലി ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് അച്ഛൻ്റെ കോൾ വരും. അച്ഛൻ പറയും, മോളെ എന്തായി, പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ എന്തായി എന്ന് പറയും. അഞ്ജലിയുടെ അച്ഛൻ പറയും, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞൊന്ന് വിളിക്കണേ മോളെ, എനിക്കൊന്ന് കാണണം അവളെ, അവസാനമായിട്ട് പത്മീനെ എനിക്കൊന്ന് കാണണം മോളെ, എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും, ആയിരിക്കും ശ്യാമളയ്ക്കും എല്ലാവർക്കും കാണണമെന്നുണ്ട് മോളെ, എല്ലാവരും അങ്ങനെ മനസ്സ് വിഷമിച്ചിരിക്കണം, അവൾ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട്, എല്ലാം കഴിഞ്ഞൊന്ന് മോള് വിളിക്കണേ, പിന്നീട് കാര്യങ്ങളൊക്കെ മോളൊന്ന് കുറച്ച് വേഗത്തിലാക്കണേ, ഈ നടപടിക്രമങ്ങളൊക്കെ വേഗത്തിലാക്കാൻ വേണ്ടതൊക്കെ മോളൊന്ന് ചെയ്യണം മോളെ എന്നൊക്കെ നമ്മുടെ അഞ്ജലിയുടെ അച്ഛൻ പറയും. അപ്പം അഞ്ജലി പറയും, അച്ഛൻ ഞാനത് വേണ്ടതൊക്കെ ചെയ്തോളൂ, അച്ഛൻ വിഷമിക്കാതിരിക്കുക, ഞാൻ എന്താണെങ്കിലും പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഞാൻ ഉടനെ തന്നെ വിളിച്ചേക്കാം അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യും. ഈ സമയത്ത് നമ്മുടെ അർജുൻ അവിടെ എത്തുക കേട്ടോ. അഞ്ജലി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ വരും. അഞ്ജലി വാ, ഞാനിവിടെ തന്നെയുണ്ട്, എന്നാ വാ നമുക്ക് അമ്പാടിയുടെ അടുത്തേക്ക് പോകാമെന്നൊക്കെ പറയും. അങ്ങനെ അമ്പാടിയുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ ഫിക്സ് വന്ന കാര്യം നമ്മുടെ അർജുൻ അഞ്ജലിയോട് പറയാണ്, അഞ്ജലി ഇന്നലെ ഒരു സംഭവം ഉണ്ടായി, നമ്മുടെ അമ്പാടിക്ക് ഫിക്സ് വന്നു എന്ന് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേനും നമ്മുടെ അഞ്ജലി ഷോക്ക് കഴിക്കും, അയ്യോ എന്നിട്ട് എന്ത് പറ്റി, സീരിയസ് ആണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അഞ്ജലിയോട് അർജുൻ പറയും, ഇല്ല ഒന്നുമില്ല, പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല, തലയ്ക്ക് അടിയേറ്റത് കൊണ്ടാണെന്നാണ് നമ്മുടെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്, ഒരു CT സ്കാൻ എടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളോ ടെൻഷൻ അടിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല, അവനിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, വാ നമുക്ക് അവനോട് സംസാരിച്ച് നോക്കാം. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ അമ്പാടിയാണ് പല കാര്യങ്ങളും, ഇപ്പോൾ കുറച്ചുകൂടെ പുള്ളി കോൺഷ്യസ് ആയിട്ടുണ്ട്, കുറച്ചിങ്ങനെയൊന്നും ചാരി എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്, പുള്ളിക്ക് പല കാര്യങ്ങളും ഓർമ്മ വരികയാണ്, അന്ന് നടന്ന കാര്യങ്ങൾ, ഗുണ്ടകളെല്ലാം പുറകെ വരുന്നതും, റെയിൽവേ ട്രാക്കിലേക്ക് നമ്മുടെ പത്മ ഓടി കയറിയതും, അങ്ങനെ കാര്യങ്ങളൊക്കെ പതുക്കെ ഒരു പ്രത്യേക രീതിയിൽ ഓർമ്മ നമ്മുടെ അമ്പാടിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അഞ്ജലിയും അർജുനും കൂടി അമ്പാടിയുടെ അടുത്തേക്ക് എത്തും. അപ്പോൾ അമ്പാടി ഇങ്ങനെ ചാരിയിരിക്കുകയാണ്, അങ്ങനെ അവർ തമ്മിൽ പതുക്കെ സംസാരിക്കാനൊക്കെ ശ്രമിക്കുകയാണ്. അപ്പോൾ അമ്പാടിക്ക് കാപ്പിയൊക്കെ മേടിച്ചുകൊണ്ടാണ് നമ്മൾ അർജുൻ വന്നിട്ടുള്ളത്. കാപ്പി കുടിക്കുന്നൊക്കെ പറയുമ്പോൾ അമ്പാടിക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ സൗണ്ടൊന്നും അത്ര, വോയിസ് ഒന്നും അത്ര ഇതായിട്ട് സ്ട്രോങ് ആയിട്ടല്ല വെളിയിലേക്ക് വരുന്നത്. നമ്മുടെ അമ്പാടി പറയുന്നുണ്ട്, ഇല്ലടാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ കുടിച്ചുകൊള്ളാം, പാപ്പി കുഴപ്പമില്ല, ഇപ്പോൾ എനിക്കൊന്നും വേണ്ടടാ. അപ്പോഴും നമ്മുടെ അമ്പാടി ചോദിക്കുന്നത് നമ്മുടെ പത്മ എവിടെ എന്നാണ്. പത്മ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ജലിക്കും അർജുനും എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ അഞ്ജലി പറയും, അമ്പാടി ഞങ്ങൾ അത് തന്നെയാണ് ചോദിക്കാനായിട്ട് വന്നത്, അന്ന് നടന്നത് എന്തെന്ന് അമ്പാടിക്ക് വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അപ്പോൾ അമ്പാടി ഇങ്ങനെ എല്ലാം പറയാൻ വേണ്ടി തുടങ്ങിയാണ്. അമ്പാടി പറയാണ്, അന്ന് ഞാനും പത്മയും കൂടെ, അന്ന് നമ്മൾ കണ്ട സീന് വീണ്ടും വരികയാണ്. അമ്പാടി കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുകയാണ്. അന്ന് നമ്മുടെ പത്മയുടെ കയ്യിലേക്ക് കുപ്പിവളകളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അമ്പാടിയും പത്മയും കൂടി ബൈക്കിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും 2 സെറ്റ് ഗുണ്ടകൾ, 2 ബൈക്കിലായിട്ട് ഗുണ്ടകൾ ഇവരെ ഫോളോ ചെയ്ത് വരികയാണ്.
കുറച്ച് ദൂരം എത്തുമ്പോഴേക്കും അമ്പാടിക്ക് കാര്യം മനസ്സിലായി ഇതെന്തോ സംഭവം സീനാണെന്നുള്ള കാര്യം. അങ്ങനെ കുറച്ച് ദൂരം എത്തുകയും ഇവരുടെ ഫ്രണ്ടിൽ നിന്ന് വട്ടമൊക്കെ വന്ന് നിൽക്കും. അപ്പോൾ അമ്പാടി പത്മയോട് പറയും, ഇത് സീനാണ് പത്മ, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം, ഇവർ നമ്മളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്, നമുക്ക് എങ്ങനെയും രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ എന്ന് പറയും. അങ്ങനെ കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും ബൈക്ക് കൊണ്ട് പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷം വരും. അങ്ങനെ അവിടെ വെച്ചിട്ട് പത്മേനെ കൊണ്ട് ചാടി ബൈക്കിൽ നിന്ന് ഇറങ്ങും നമ്മുടെ അമ്പാടി. അങ്ങനെ പത്മയോട് പറയും, ഓടിക്കോ, വേഗം ഓടിക്കോ എന്ന് പറയും. അങ്ങനെ അവർ ഓടുകയാണ്. ഓടി ആ ഗുണ്ടകളെല്ലാവരും പുറകെ വരികയാണ്. ഓടി അവരുടെ റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോട് ചെല്ലുന്ന ഓടുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അതിനിടയിൽ ഒരു വലിയൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. ഈ ഗുണ്ടകൾ പരസ്പരം പറയുന്നുണ്ട്, ഇവൾ കോടതിയിൽ എത്തരുത്, അങ്ങനെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. ഇവളെ ഒരു കാരണവശാലും കോടതിയിൽ എത്തിക്കരുത്, അങ്ങനെയാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അവളെ വെറുതെ വിടരുത്. അപ്പോൾ ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്, ഒരു സാറാണിത് ചെയ്തിരിക്കുന്നത്. അതെന്താണെങ്കിലും അനുപമയല്ല, കാവ്യോ അല്ല. അപ്പോൾ ഒരു സാറ്, അതാണ് നമുക്ക് ആ ഒരു സാറ് ആരാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ ആലോചിക്കുന്നത് കേട്ടോ. റെയിൽവേ ട്രാക്ക് വഴി നമ്മുടെ അമ്പാടിയും പത്മയും ഓടുന്നു, ഗുണ്ടകളെല്ലാവരും പുറകു വഴി വരുന്നു. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്താണെങ്കിലും രാത്രിയിലെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, കാണുക. രാത്രിയിൽ പ്രൊമോയുടെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. ടേക്ക് കെയർ, ബൈ ബൈ.